ശുദ്ധി ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ധ്യാനമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സ്വസ്ഥമായി ഒന്ന് കണ്ണടച്ച് തന്റെ നട്ടലിന്റെ അടിയിൽ മൂലാധാര ചക്രത്തിൽ ഒരു പ്രകാശമുണ്ട് എന്ന് തിരിച്ചറിയുക. ആ പ്രകാശത്തിന് ഒരിളക്കം സംഭവിക്കുന്നു എന്നും ആ പ്രകാശം തന്റെ നട്ടലിലൂടെ ഉയർന്ന് സഹസ്രാരപത്മത്തിലേക്ക് മൂർധാവിലേക്ക് എത്തുന്നു എന്നും സങ്കല്പിക്കുക. അവിടെ ഓടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി ആ ചൈതന്യം വർത്തിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സൂര്യപ്രഭയിൽ ശംഖചക്രഗദാപദ്മങ്ങളുമായി സാക്ഷാൽ മഹാവിഷ്ണു നിൽക്കുന്നതായി സങ്കല്പിക്കുക. ആ വേദനാരായണന്റെ തിരുപ്പാദങ്ങളിൽ നിന്നും ജ്ഞാനപ്രവാഹമായ അമൃത് ഉത്ഭവിക്കുന്നതായി, അത് നമ്മളുടെ ശരീരമാകെയും വ്യാപിക്കുന്നതായും സങ്കല്പിക്കുക. 22,000-ലേറെ നാടികളെയും അത് ശുദ്ധീകരിക്കുന്നുവെന്നും തന്റെ കോശകോശാന്തരങ്ങളെല്ലാം തന്നെ അത് ശുദ്ധീകരിക്കുന്നുവെന്നും സങ്കല്പിച്ച് ആ ആനന്ദമായ ആ അമൃതത്തെ നുകരുക.